തിരുവനന്തപുരം MG റോഡിലെ HDFC ബാങ്ക് അത് CRPF വളഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ നിന്നവർക്കൊന്നും കാര്യം മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലാവുന്നത് ED ഉദ്യോഗസ്ഥർ അകത്തുണ്ട്. അവർ പരിശോധന നടത്തുകയാണ്. ആരുടെ എന്ത് കാര്യം പരിശോധിക്കുന്നു? ആരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് പരിശോധിക്കുന്നത്? വീണ തൈക്കേണ്ടയിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് പരിശോധിക്കുന്നത്. അതായത് എന്തോ പ്രമാദമായ ഒരു കാര്യം അല്ലെ? വീണയുടെ അക്കൗണ്ടിൽ ഉള്ള, അതായത് ലോക്കറിലുള്ള രേഖകളൊക്കെയാണ് പരിശോധിക്കുന്നത്. സാമ്പത്തിക ഇടപാട് കേസിൽ ബാങ്ക് ലോക്കർ തുറന്ന് പരിശോധിക്കുന്നു എന്നുള്ളതായിരുന്നു അന്നേരം ലഭിച്ച വിവരം. ഇതോടുകൂടി ജനങ്ങളും മനസ്സിലാക്കി, ഇതപ്പോ വെറുതെ വിടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്നുള്ളത് ജനങ്ങൾക്കും മനസ്സിലാവുകയാണ്. അതായത് ED ഈ ഒരു വിഷയത്തിൽ വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ മകൾ വീണ വിജയനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആരൊക്കെയാണോ, അതായത് വീണ വിജയനെയും പിണറായി വിജയനെയും പൂട്ടാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളവർ ആരൊക്കെയാണോ അവരുടെ ലക്ഷ്യത്തിലേക്കാണോ കാര്യങ്ങളുടെ ഒരു പോക്ക് എന്നുള്ള സംശയം കൂടി ഇവിടെ ഉടലെടുക്കുന്നുണ്ട്. കാരണം ഇത്രയും വർഷം പല കാരണങ്ങൾ കൊണ്ട് ഇത് ഇഴഞ്ഞ് പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പലപ്പോഴെങ്കിലും എല്ലാവരും ചോദിച്ചു, ഇതൊക്കെ തമ്മിലുള്ള ഡീലല്ലേ? അപ്പോഴും ചില കണക്കൂട്ടലുകൾ ഉണ്ടായിരുന്നു. അധികാരമുള്ളിടത്തോളം കാലം ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ചോദ്യമാണ്. അധികാരം നഷ്ടപ്പെട്ടവന് എന്ത് സംഭവിക്കും? അങ്ങ് ബംഗാളിലേക്ക് നോക്കിയാൽ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പല സംസ്ഥാനങ്ങളും പല കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്നാൽ മനഃപൂർവ്വമാണോ? അതുമല്ല. ചെയ്യാത്ത സേവനത്തിന് കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. ഇതിന്റെ ആദ്യഘട്ടങ്ങളിൽ SFIO, ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് ഇവരുടെയൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളും അവർക്ക് കൊടുത്തിട്ടുള്ള മൊഴിയിൽ പറഞ്ഞിട്ടുള്ളതും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് വളരെ നീണ്ടു പരന്നു കിടക്കുന്ന ഒരു കേസാണ്. എന്നാൽ ഈ കേസ് നമ്മൾ പറഞ്ഞതുപോലെ മാത്രമല്ല നീങ്ങുന്നത്. ഇതിന്റെ ഒരു മാനർ മാറുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ്, BJP നേതാവായിട്ടുള്ള ഷോൺ ജോർജ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു പദാർത്ഥം കൂടി കടത്തുന്നുണ്ട്. അങ്ങനെ അത് കടത്തുകയാണെങ്കിൽ ഇത് രാജ്യദ്രോഹ കുറ്റമായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ഇറിഡിയം കടത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇതിന്റെ ഒരു മാനം എന്ന് പറയുന്നത് വലിയ രീതിയിൽ മാറുകയാണ്. അങ്ങനെയെങ്കിൽ തനിക്ക് പണം മാത്രമാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് വീണ വിജയൻ മുന്നോട്ട് പോയിട്ടുള്ളതെങ്കിൽ വീണയും പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്തായാലും വീണയെ കൂടുതൽ ചോദ്യം ചെയ്യണം. ഈ വിഷയത്തിലെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റാസ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ED പോലുള്ള ഏജൻസികളുടെയൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്തൊക്കെയാണ് എന്നുള്ളത് പോലീസിന്റെ വിവരങ്ങൾ ചോർന്നു കിട്ടുന്നത് പോലെ അത്ര ആയാസകരമായിട്ട് ചോർന്നു കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. അത്തരത്തിൽ ഉള്ള വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതാണ്. അപ്പോൾ ആ വിവരങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും ഈ വീണ്ടും വീണയെ ചോദ്യം ചെയ്യാനായിട്ട് സമൻസ് അയക്കും എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചന എന്നുള്ളത് കൂടി പുറത്തു വരുന്നുണ്ട്. കൊച്ചിയിലെ ED ഓഫീസിൽ വീണയെ ചോദ്യം ചെയ്തത് ഏതാണ്ട് 8 മണിക്കൂറിലധികമാണ്. 8 മണിക്കൂർ നീളുന്ന ഒരു ചോദ്യം ചെയ്യൽ. ഈ 8 മണിക്കൂർ എന്നുള്ളത് ചില മാധ്യമങ്ങൾ 6 മണിക്കൂറായിട്ടൊക്കെ കുറച്ച് കാണിച്ചു. എന്താണെന്ന് അറിയില്ല. അതിനിപ്പോ വീണയോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ 8 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ 8 മണിക്കൂറോളം ഇരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. വീണ പറയുന്നതിൽ പൊരുത്തക്കേടുകളുണ്ട്. ഇതിനു മുമ്പും വീണയെ ചോദ്യം ചെയ്തതിൽ വീണ സഹകരിച്ചിരുന്നില്ല എന്നുള്ള ഒരു കാര്യം റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇത്തവണയും പറഞ്ഞിട്ടുള്ളതിലെ വൈരുദ്ധ്യങ്ങൾ അത് ചൂണ്ടിക്കാണിക്കപ്പെടുകയും തന്നെ ചെയ്യും. കാരണം CMRLന്റെ ഏതാണ്ട് 8ഓളം ഉദ്യോഗസ്ഥരെ അതായത് കരിമണൽ കർത്തയുടെ ഭാര്യ, മകൻ, അതിന്റെ പ്രധാനപ്പെട്ട ഓഫീസേഴ്സ് ഇവരെയൊക്കെ ചേർത്ത് ചോദ്യം ചെയ്യുകയും കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവരിൽ നിന്ന് വന്നിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ലഭിച്ചിട്ടുള്ള മറുപടികളിലൊക്കെ പലതും എന്ന് പറയുന്നത് തൃപ്തികരമല്ല എന്നുള്ളത് തന്നെയാണ്. CMRന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സേവനങ്ങൾ നൽകിയതായിട്ട് തെളിയിക്കുന്ന രേഖകൾ ഒന്നും ഹാജരാക്കാൻ EDക്ക് മുന്നിൽ ഹാജരാക്കാനായിട്ട് വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CMRL പ്രതിനിധികളുമായിട്ട് നേരിട്ടായിരുന്നു ചർച്ചകൾ നടത്തിയത് എന്നുള്ളതും
അത്തരത്തിലുള്ള ഗൈഡൻസുകളാണ് നൽകിയതെന്നും ഒക്കെയാണ് വീണ പറഞ്ഞിരിക്കുന്ന കാര്യം. എന്തായാലും എക്സാലോജിക് എന്ന കമ്പനി നിലവിൽ പ്രവർത്തനക്ഷമമല്ലാത്തതുകൊണ്ട് അത് അപ്പം തന്നെ പൂട്ടിക്കെട്ടി. പണി വരുന്നുണ്ട് ദാസ എന്ന് കേട്ടതും ഈ എക്സാലോജിക്ക് പൂട്ടിക്കെട്ടി എന്നുള്ളതാണ്. അപ്പൊ അത്തരം സേവനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ രേഖകളൊന്നും അയ്യോ എൻ്റെ കയ്യിലില്ലേ എന്നാണ് ഇ ഡിയുടെ അടുത്ത് പറയുന്നത്. പക്ഷെ ഇ ഡി ആരാ മക്കള്? ഇ ഡി അതുക്കും മേലെ കടന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. എന്നാൽ ഈ പറയുന്ന ഇല്ലാത്ത സേവനത്തിന് പണം കൈമാറി എന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തലുകളെ ശരിവയ്ക്കുന്ന നിഗമനങ്ങളിലേക്ക് ഇ ഡി കൂടി എത്തുകയാണ്. അങ്ങനെ CMRL നിന്ന് 1.72 കോടി രൂപ വീണയിലേക്കും എക്സാലോജിക്കിലേക്കും ഒക്കെ എത്തിയതിന്റെ വിനിയോഗം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൈമാറാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ പറയുമ്പോഴാണ് വീണ വിജയന്റെ കാര്യം പറയുമ്പോൾ വീണ വിജയനുമായി ചേർന്നുകൊണ്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്? വീണ വിജയന് ആരാണ് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത്? സ്വന്തം അച്ഛനാണോ അതോ അമ്മയാണോ? ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുകൂടി കണ്ടെത്തണം. വീണ വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ വിജയൻ ശിക്ഷിക്കപ്പെടണം. അതിൽ ഒരു തരത്തിലുമുള്ള മാറ്റവുമില്ല. പക്ഷേ വീണ വിജയൻ എന്ന് പറയുന്ന യുവതിയുടെ തലയിലേക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പണം കിട്ടും എന്ന് പറഞ്ഞു കൊടുത്ത, അതായത് ആ ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത ആളുണ്ടല്ലോ, അയാളെ കുറിച്ചുകൂടി പുറത്തു വരേണ്ടതുണ്ട്. കുറെ നാളുകളായിട്ട് നമുക്കറിയാം, പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് മുഴുവനും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേരായിരുന്നു. പല ഡീലുകളും അവിടെ വെച്ച് നടത്തുന്നു, പല കാര്യങ്ങളിലും തീർപ്പുണ്ടാക്കുന്നു, ഇതെല്ലാം വന്നുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ എപ്പോ മുതലാണ് പി ശശി ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോയത്? അതും അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം അത്തരത്തിലുള്ള നേതാക്കളും പൊളിറ്റിക്കൽ സെക്രട്ടറിമാരും ഒക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ കൈയാളിയിരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തത് ആരാണ് എന്നൊക്കെ ചികഞ്ഞു വരുമ്പോൾ എങ്ങാനും ഇവരിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പുതിയൊരു രീതിയിലേക്ക്, പുതിയൊരു തലത്തിലേക്ക് ഇതിന്റെ അന്വേഷണം മാറുക കൂടി ചെയ്യും. എന്തായാലും ഷോൺ ജോർജ് ഇതിൽ നിന്നും പിന്മാറാനുള്ള സാധ്യതകളില്ല. കാരണം ഷോൺ കൃത്യമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ അപ്പനെ വെള്ളം കുടിപ്പിച്ചതാണ്, എന്റെ അപ്പനെ യാതൊരു കാര്യവുമില്ലാതെ ബുദ്ധിമുട്ടിച്ചതാണ്, അതിന് ഞാൻ പകരം ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെറുതെ പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് ഷോൺ ജോർജ് എന്ന് പറയുന്ന നേതാവ് പടച്ചുണ്ടാക്കിയ കഥകളുമല്ല ഈ പറയുന്ന കേസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം ഇതിന് പിന്നാലെ പോയി പല രേഖകൾ പലയിടങ്ങളിലായി ശേഖരിച്ച് അതിൻ്റെ മാറ്റർ ഓഫ് ഫാക്ട് പരിശോധിച്ച് അത് സത്യമാണോ അല്ലയോ എന്ന് പരിശോധിച്ച്, കാരണം ഇത്തരത്തിലുള്ള ഏജൻസികളിലേക്കൊക്കെ ഈ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കൊണ്ടുപോയി ആളെ പേടിപ്പിക്കാൻ കേസ്, ഒരു പരാതി സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയുന്ന നടപടിയൊന്നും ഇവിടെ വിലപ്പോകില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഏജൻസികളൊക്കെ അന്വേഷണം ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള രേഖകൾ വളരെ കൃത്യമായിട്ടുള്ളതായിരിക്കണം. അപ്പോൾ വളരെ കാര്യമായ ഒരു നിരീക്ഷണവും പഠനവും ഒക്കെ നടത്തിയതിനു ശേഷം തന്നെയാണ് ഷോൺ ജോർജ് മുണ്ടും മാടിക്കുത്തി ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഷോൺ ജോർജ് വെറുതെ പോകുമെന്നൊന്നും നമുക്ക് പറയാനും കഴിയില്ല. അതോടൊപ്പമാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിച്ചുകൊണ്ടിരുന്ന ആളുകളിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതിന്റെ ആവശ്യകത കൂടി നമുക്ക് തുറന്നു പറയേണ്ടി വരുന്നത്. അങ്ങനെ പല ആളുകളും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ AKG സെന്ററിന്റെ മേൽവിലാസം വെക്കാനുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് ആരാണ്? ഇതൊക്കെ തെളിയണ്ടേ? ഇത് നിസ്സാര കാര്യമല്ലല്ലോ. ഒരു അടിസ്ഥാന വർഗ തൊഴിലാളി പാർട്ടിയുടെ കെട്ടിടത്തിന്റെ, അതിന്റെ ഓഫീസിന്റെ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിയുടെ മകൾ ബിസിനസ് തുടങ്ങുന്നു എന്ന് പറയുന്നിടത്തും ഒരു പൊരുത്തക്കേടുണ്ടല്ലോ. ഇത്രയും നാൾ ആളുകൾ അറിഞ്ഞില്ല, ആളുകൾ അറിയില്ല എന്നുള്ള ധാരണയിൽ ഇത്രയും നാൾ അവര് കാര്യങ്ങൾ തുടർന്നു പോന്നു. പക്ഷെ ഇപ്പൊ പണി പാളി. അപ്പൊ ഈ പണി പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തലങ്ങളിലേക്കും അന്വേഷണം ഇറങ്ങിപ്പോകണം. എന്തായാലും വീണയെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. പക്ഷെ വീണ മാത്രമാണ് ഇപ്പൊ വെള്ളം കുടിക്കുന്നത്, വിയർക്കുന്നത് പിണറായി വിജയൻ മാത്രമാണ്. ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തവൻ ആരാണോ അവര് ഈ ഒരു ലൈം ലൈറ്റിലേക്ക് വരുന്നതുമില്ല.